പശ്ചിമഘട്ടത്തിന്റെ അതിർത്തിയിൽ കേരളത്തോടും തമിഴ്നാടിനോടും ചേർന്ന് കിടക്കുന്ന അതിവിശാലമായ വനമേഖലയാണ് ചോലയാർ. മനുഷ്യന്റെ കാൽപ്പാടുകൾ അധികം പതിഞ്ഞിട്ടില്ലാത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു കൊടുങ്കാട്. അവിടെ പകലുകളിൽ പോലും സൂര്യപ്രകാശത്തിന് മണ്ണിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. എപ്പോഴും കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ആ കാടിന് പറയാൻ അധികമാരും അറിയാത്ത ഒട്ടേറെ രഹസ്യങ്ങളുണ്ട്. കാറ്റിന്റെ ഓരോ ഇരമ്പലിലും വല്ലാത്തൊരു ഭയം അവിടെ തങ്ങി നിന്നിരുന്നു. 1940കളുടെ തുടക്കം. തിരുനെല്ലിയിലെ ഭീമൻ നരഭോജിയെയും കബനിയിലെ ജലരാക്ഷസനെയും നേരിട്ടതിനു ശേഷം ഞാൻ കുറച്ചുകാലം വിശ്രമത്തിലായിരുന്നു. ആയുധങ്ങൾ താഴെവെച്ച് ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു. എന്നാൽ ആ കാടുകൾ എന്നെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല. ചോലയാറിലെ ഒരു ചെറിയ ആദിവാസി ഊരിൽ നിന്നും വന്ന ഒരു സന്ദേശമാണ് എന്നെ വീണ്ടും കാട്ടിലെത്തിച്ചത്. അവിടെ ഒരു ഭീമൻ നരഭോജി കടുവ ഇറങ്ങിയിരിക്കുന്നുവെന്നായിരുന്നു എനിക്ക് ലഭിച്ച ആദ്യത്തെ വാർത്ത. കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ 8 മനുഷ്യജീവനുകളാണ് ആ കൊടുങ്കാട്ടിൽ പൊലിഞ്ഞത്. ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർക്ക് ആ കാടിന്റെ ഉള്ളിലേക്ക് പോകാൻ പോലും ഭയമായിരുന്നു. എന്നാൽ ആ മരണങ്ങളിൽ എന്തോ ഒരു വലിയ ദുരൂഹത ഉണ്ടായിരുന്നു. എനിക്ക് വന്ന കത്തിലെ വിവരങ്ങൾ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. സാധാരണ കടുവകൾ ഇരയെ പിടിക്കുന്നത് വളരെ നിശബ്ദമായാണ്. ഇര അറിയാതെ വന്ന് കഴുത്തൊടിച്ച് കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നതാണ് നരഭോജികളുടെ രീതി. എന്നാൽ ചോലയാറിലെ ഊരുകളിൽ നടന്ന ആക്രമണങ്ങൾ അതിഭയാനകമായിരുന്നു. ചെറിയ കുടിലുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടിരുന്നു. കുടിലുകൾക്ക് മുകളിലേക്ക് വലിയ മരങ്ങൾ കടപുളികമായിരുന്നു. ഒരു കടുവയ്ക്ക് ഒരിക്കലും ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് എനിക്കുറപ്പായിരുന്നു. ഗ്രാമീണർ പറഞ്ഞത് അതൊരു സാധാരണ കടുവയല്ലെന്നും രൂപം മാറാൻ കഴിയുന്ന കാട്ടുദൈവങ്ങളുടെ കോപമാണെന്നുമാണ്. ഈ ദുരൂഹത എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് നേരിട്ട് കാണണമായിരുന്നു. എൻ്റെ വലിയ ഡബിൾ ബാരൽ റൈഫിളുമായി ഞാൻ ചോലയാറിലേക്ക് തിരിച്ചു. ഒരു കാളവണ്ടിയിലാണ് ഞാൻ ആ കാടിൻ്റെ അതിർത്തിയിലെത്തിയത്. അവിടുന്ന് കിലോമീറ്ററുകളോളം കാൽനടയായി വേണം ആ ഊരിലെത്താൻ. ഞാൻ ആ ഊരിലെത്തുമ്പോൾ വല്ലാത്തൊരു ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയായിരുന്നു അവിടെ എന്നെ വരവേറ്റത്. കുടിലുകളെല്ലാം പാതി തകർന്ന നിലയിലായിരുന്നു. ഭയം കാരണം ആളുകൾ പകൽ സമയത്ത് പോലും വീടിന് പുറത്തിറങ്ങാൻ മടിച്ചു. കാടിന്റെ അതിർത്തിയിലുള്ള വലിയ മരങ്ങൾക്ക് മുകളിലാണ് അവർ രാത്രികളിൽ ഭയന്നുറങ്ങിയിരുന്നത്. ആ ഗ്രാമത്തിൽ എങ്ങും വല്ലാത്തൊരു മരണഗന്ധം തങ്ങി നിന്നിരുന്നു. വിശ്രമിക്കാൻ നിൽക്കാതെ ഞാൻ നേരെ അവസാനമായി ആക്രമണം നടന്ന സ്ഥലത്തേക്ക് നടന്നു. ഗ്രാമത്തലവനും ഭയത്തോടെ എൻ്റെ കൂടെ വന്നു. അവിടെ കണ്ട കാഴ്ചകൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. മണ്ണിൽ വളരെ വ്യക്തമായ കാൽപ്പാടുകളുണ്ടായിരുന്നു. ഒരു വലിയ ആൺകടുവയുടെ ആഴത്തിൽ പതിഞ്ഞ കാൽപ്പാടുകൾ. എന്നാൽ എൻ്റെ കണ്ണുകൾ ഉടക്കിയത് അതിലായിരുന്നില്ല. ആ കടുവയുടെ കാൽപ്പാടുകൾക്ക് തൊട്ടടുത്തായി വലിയ കുഴികൾ പോലെ മറ്റൊരു ജീവിയുടെ കാലടികളും ഉണ്ടായിരുന്നു. ആ കാൽപ്പാടുകൾ കണ്ടപ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് നിമിഷനേരം കൊണ്ട് വേഗത്തിലായി. ഞാൻ നിലത്ത് മുട്ടുകുത്തി അത് സൂക്ഷ്മമായി പരിശോധിച്ചു. അതൊരു കടുവയുടെ കാൽപ്പാടുകൾ മാത്രമായിരുന്നില്ല. അസാധാരണ വലിപ്പമുള്ള ഒരു ഭീമൻ കാട്ടാനയുടെ കാൽപ്പാടുകൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായി. ആ ഊരിൽ ആക്രമണം നടത്തുന്നത് ഒരു മൃഗമല്ല, മറിച്ച് 2 വ്യത്യസ്ത മൃഗങ്ങളാണ്. ഒരേ സമയം അവിടെ എത്തിയ ഒരു ഭീമൻ കൊളകൊമ്പനും മനുഷ്യന്റെ ചോര രുചിച്ച ഒരു നരഭോജി കടുവയും. എന്നാൽ അവരെന്തിനാണ് ഒരേ സ്ഥലത്ത് വരുന്നത്? സാധാരണഗതിയിൽ കാട്ടാനകളും കടുവകളും തമ്മിൽ വലിയ ശത്രുതയിലാണ്. അവ ഒരിക്കലും ഒരേ പ്രദേശത്ത് ഇരതേടാറില്ല. ആ കാട്ടിൽ എന്തോ വലിയൊരു അസന്തുലിതാവസ്ഥ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഊഹം ശരിയായിരുന്നു. അവർ തമ്മിൽ സംസാരിച്ച് ഉറപ്പിച്ച ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആ കൊലകൊമ്പനുണ്ടാക്കുന്ന ഭയത്തെ ആ കടുവ വളരെ ബുദ്ധിപരമായി മുതലെടുക്കുകയായിരുന്നു. ആനയാണ് ആദ്യം വന്ന് ഗ്രാമത്തിലെ കുടിലുകൾ തകർക്കുന്നത്. ഭീമാകാരനായ ആനയുടെ ആക്രമണത്തിൽ ഭയം കൊണ്ട് ചിതറിയോടുന്ന മനുഷ്യർ നേരെ ചെന്ന് വീഴുന്നത് ഇരുളിൽ പതിയിരിക്കുന്ന ആ നരഭോജിയുടെ മുൻപിലേക്കാണ്. കാട്ടിലെ ഏറ്റവും അപകടകാരികളായ 2 മൃഗങ്ങൾ ഒരേ സമയം കൊലയാളികളായി മാറിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഇത്രയും ഭയാനകമായൊരവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അപ്പോൾ തന്നെ തിരികെ പോകാമായിരുന്നു. അതായിരുന്നു ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. എന്നാൽ എൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കുന്ന ആ പാവം മനുഷ്യരെ അവരെ ഉപേക്ഷിക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല.
രണ്ട് വ്യത്യസ്ത കൊലയാളികളെയും എനിക്ക് ഒരേ സമയം നേരിടണം. അതിനായി ഞാൻ വളരെ അപകടം പിടിച്ച ഒരു പദ്ധതി തയ്യാറാക്കി. ഊരിനല്പം അകലെ കാടിന് നടുവിലായി ഒരു ചെറിയ മൈതാനമുണ്ട്. അവിടെ പകലുകളിൽ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു ചെറിയ തടാകവുമുണ്ട്. ആ മൈതാനത്തിന് നടുവിലുള്ള വലിയൊരു പേരാൽ മരത്തിൽ ഞാൻ ഒരു ഏറുമാടം കെട്ടി. ഏറുമാടം വളരെ ഉയരത്തിലായിരുന്നു ഞാൻ കെട്ടിയത്. കാരണം കടുവയെ മാത്രം ഭയന്നാൽ പോരാ, ആനയുടെ തുമ്പിക്കൈ എത്താത്ത അത്രയും ഉയരം എനിക്ക് ആവശ്യമായിരുന്നു. മൈതാനത്തിൻ്റെ നടുവിലായി വലിയൊരു ഇരുമ്പുകയർ ഉപയോഗിച്ച് ഒരു കാട്ടുപോത്തിനെ ഞാൻ കെട്ടിയിട്ടു. കടുവയെ ആകർഷിക്കാൻ ആ വലിയ ഇര ധാരാളമായിരുന്നു. അതുപോലെ ആ വഴി വരുന്ന ആനയെ തടഞ്ഞു നിർത്താനും അത് കാരണമാകും. സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ ഞാൻ എൻ്റെ തോക്കിൽ പുതിയ തിരകൾ നിറച്ച് ഏറുമാടത്തിൽ കയറിയിരുന്നു. എന്നോടൊപ്പം ഗ്രാമവാസികളായ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കൊടും അപകടത്തിലേക്ക് മറ്റൊരാളെ വലിച്ചിരുക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കാടുപതിയെ ഇരുളിലേക്ക് ഊളിയിട്ടു. ഓരോ നിമിഷവും കാടിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരുന്നു. പകൽ സമയത്തെ ശബ്ദങ്ങൾ പൂർണ്ണമായും നിലച്ചിച്ചു. രാത്രിയുടെ ഭയാനകമായ നിശബ്ദത കാടിനെ വലിയൊരു പുതപ്പ് പോലെ പൊതിഞ്ഞു. മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന നേരിയ നിലാവെളിച്ചത്തിൽ പോത്തിൻ്റെ ജഡം ഒരു കറുത്ത രൂപമായി മാത്രം എനിക്ക് കാണാമായിരുന്നു. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ചോലയാറിലെ കൊടും തണുപ്പിൽ എൻ്റെ വിരലുകൾ പതിയെ മരവിച്ചു തുടങ്ങി. എപ്പോഴാണ് ആ ഭീകരന്മാർ അവിടെ എത്തുക എന്ന് എനിക്ക് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. എൻ്റെ കണ്ണുകൾ ആ ഇരുട്ടിലൂടെ പരതിക്കൊണ്ടിരുന്നു. മണിക്കൂറുകൾ വളരെ പതുക്കെ ഇഴഞ്ഞു നീങ്ങി. പാതിരാത്രി കഴിഞ്ഞിട്ടും ആ മൈതാനത്ത് യാതൊരു അനക്കവുമില്ല. തണുത്ത കാറ്റ് കാടിൻ്റെ ഉള്ളിലൂടെ വലിയ ശബ്ദത്തിൽ വീശിക്കൊണ്ടിരുന്നു. എൻ്റെ ചുറ്റുമുള്ള മരച്ചില്ലകൾ കാറ്റിൽ ആടിയുലഞ്ഞു. ഞാനിരിക്കുന്ന ഏറുമാടം ഇടയ്ക്കിടെ ശബ്ദമുണ്ടാക്കി. കൊടും തണുപ്പിൽ എൻ്റെ വിരലുകൾ പൂർണ്ണമായും മരവിച്ചു തുടങ്ങിയിരുന്നു. തോക്കിൻ്റെ കാഞ്ചിയിൽ നിന്ന് വിരലെടുക്കാൻ ഞാൻ ഭയന്നു. എങ്കിലും തണുപ്പ് മാറ്റാനായി ഞാൻ പതിയെ എൻ്റെ ഫ്ലാസ്കിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം കുടിച്ചു. താഴെ കെട്ടിയിട്ടിരിക്കുന്ന പോത്ത് ഭയം കാരണം ഇടയ്ക്കിടെ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കാറ്റിൽ ഒരു പ്രത്യേക ഗന്ധം വന്നെത്തി. അഴുകിയ മാംസത്തിൻ്റെയും കടുവയുടെ വിയർപ്പിൻ്റെയും രൂക്ഷഗന്ധം. ആ ഗന്ധം തിരിച്ചറിഞ്ഞതോടെ പോത്തു വല്ലാതെ വെപ്രാളപ്പെടാൻ തുടങ്ങി. എൻ്റെ സർവ്വ ഇന്ദ്രിയങ്ങളും പെട്ടെന്നുണർന്നു. ഞാൻ ശ്വാസമടക്കി പിടിച്ച് കാടിൻ്റെ ഇരുളിലേക്ക് സൂക്ഷിച്ചു നോക്കി. മൈതാനത്തിൻ്റെ മറുവശത്തുള്ള വലിയ മുളങ്കൂട്ടങ്ങൾക്കിടയിലൂടെ നേരിയൊരു അനക്കം ഞാൻ കണ്ടു. ഉണങ്ങിയ മുളകൾ തമ്മിൽ ഉരയുന്ന നേരിയ ശബ്ദം. കരിയിലകൾക്കിടയിലൂടെ ഓറഞ്ചും കറുപ്പും കലർന്ന ആ വലിയ ശരീരം പതിയെ നിലാവെളിച്ചത്തിലേക്ക് ഇറങ്ങി വന്നു. ഭയാനകമായ വലിപ്പമുള്ള ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ആൺകടുവ. അത് വളരെ പതുക്കെ യാതൊരു ശബ്ദവുമില്ലാതെ പോത്തിൻ്റെ ജഡത്തിനടുത്തേക്ക് നടന്നു. അതിൻ്റെ ഓരോ കാൽവെപ്പും വളരെ കൃത്യതയുള്ളതായിരുന്നു. ഇരുട്ടിൽ അതിൻ്റെ മഞ്ഞ കണ്ണുകൾ കൊടിയ ക്രൂരതയോടെ തിളങ്ങുന്നുണ്ടായിരുന്നു. 8 മനുഷ്യരെ കൊന്നൊടുക്കിയ ആ ഭീകരൻ ഇതാ എൻ്റെ കൺമുന്നിൽ നിൽക്കുന്നു. അത് ഇരയ്ക്ക് ചുറ്റും നടന്ന് മണത്തു നോക്കി. എന്നാൽ പെട്ടെന്ന് അത് നിശ്ചലമായി. മരത്തിന് മുകളിലെ എൻ്റെ ഗന്ധം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം. അത് പെട്ടെന്ന് തല ഉയർത്തി ഞാനിരിക്കുന്ന ഏറുമാടത്തിന് നേർക്കു നോക്കി. അതിൻ്റെ ചുണ്ടുകൾ കോട്ടി ഭയാനകമായ പല്ലുകൾ കാട്ടി അതെന്നെ നോക്കി പതിയെ ഒന്ന് ചീറ്റി. ഞാൻ വളരെ ശാന്തമായി എൻ്റെ വലിയ തോക്ക് തോളിനോട് ചേർത്തു. കടുവയുടെ നെറ്റിയിലെ കൃത്യമായ ബിന്ദുവിലേക്ക് ഞാൻ എൻ്റെ ലക്ഷ്യം വെച്ചു. ഈ ഒറ്റ വെടിയോടെ ഈ കാടിൻ്റെ പകുതി ഭയമില്ലാതാകും. എൻ്റെ വിരലുകൾ കാഞ്ചിയിൽ അമരാൻ തുടങ്ങി. എന്നാൽ ആ നിമിഷം കാടിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വലിയൊരു ശബ്ദം അവിടെ മുഴങ്ങി. എൻ്റെ പുറകിലുള്ള കാട്ടിൽ നിന്ന് വൻമരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന ഭയാനകമായ ശബ്ദം. ഭൂമി കുലുങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. കടുവ പെട്ടെന്ന് തൻ്റെ ലക്ഷ്യം മാറ്റി ആ വലിയ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു. എൻ്റെ ശ്വാസം ഒന്ന് നിലച്ചുപോയി. കാടിൻ്റെ കനത്ത ഇരുളിൽ നിന്ന് ആ വലിയ രാക്ഷസൻ പുറത്തേക്ക് വരികയാണ്. ഭീമാകാരനായ ആ ഒറ്റക്കൊമ്പൻ കാട്ടാന. നിലാവെളിച്ചം പോലും മറയുന്ന അത്രയും വലിയ ശരീരം. അതിൻ്റെ ചെവികൾ മുന്നോട്ട് കൂർപ്പിച്ചു വെച്ചിരുന്നു. ആനയുടെ കണ്ണുകൾ കടുവയുടെ മേൽ പതിച്ചു. കാട്ടിലെ ഏറ്റവും വലിയ 2 രാജാക്കന്മാർ മൈതാനത്തിൻ്റെ നടുവിൽ മുഖാമുഖം വന്നിരിക്കുന്നു. കടുവ ഒട്ടും ഭയന്നില്ല. അത് വാൻമിലത്തടിച്ച് വളരെ താഴ്ന്ന ശബ്ദത്തിൽ ഭയാനകമായി ഒന്ന് ഗർജിച്ചു. ആ ഗർജനത്തിൽ മൈതാനത്തെ മണ്ണൊന്നാകെ വിറയ്ക്കുന്നതുപോലെ തോന്നി. എന്നാൽ ആനയ്ക്ക് കടുവയേക്കാൾ വലിയൊരു ലക്ഷ്യം അവിടെയുണ്ടായിരുന്നു. ആനയുടെ വലിയ തുമ്പിക്കൈ വായുവിലേക്ക് ഉയർന്നു. അത് മണക്കുന്നത്
കടുവയല്ല, മറിച്ച് മരത്തിനു മുകളിലിരിക്കുന്ന എന്നെയാണ്. ആനകൾക്ക് മനുഷ്യന്റെ ഗന്ധം വലിയ ദേഷ്യമുണ്ടാക്കുന്ന ഒന്നാണ്. ആ ഗന്ധം അവരെ പെട്ടെന്ന് പ്രകോപിതരാക്കും. ആ ഒറ്റക്കൊമ്പൻ കടുവയെ പൂർണ്ണമായും വകവയ്ക്കാതെ കാടിനെ നടുക്കിക്കൊണ്ട് അതിഭയാനകമായി ഒന്ന് ചിഹ്നം വിളിച്ചു. ആ ശബ്ദം എൻ്റെ ചെവികളെ ബധിരമാക്കി. എന്നിട്ട് അത് ഞാനിരിക്കുന്ന വലിയ പേരാൽ മരത്തിന് നേർക്ക് പൂർണ്ണ ശക്തിയോടെ പാഞ്ഞെടുത്തു. ആന ഓടി വരുമ്പോൾ ഭൂമി ശരിക്കും കുലുങ്ങുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ എൻ്റെ കൈവിട്ടുപോയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തോക്ക് താഴേക്ക് നീട്ടി ആനയുടെ നേർക്ക് ലക്ഷ്യം വയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനു മുൻപ് തന്നെ ആ വലിയ ശരീരം പൂർണ്ണ ശക്തിയോടെ ഞാനിരിക്കുന്ന മരത്തിൽ വന്ന് നിടിച്ചു. വലിയൊരു ഭൂകമ്പമുണ്ടായതുപോലെയാണ് എനിക്ക് ആ നിമിഷം തോന്നിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ വലിയ മരം വലിയ ശബ്ദത്തോടെ പകുതി വെച്ച് ഒടിഞ്ഞു മാറി. ഞാനിരുന്നിരുന്ന ഏറുമാടം തകർന്നു തരിപ്പണമായി. കനത്ത ഇരുട്ടിലേക്ക്, ഇലകൾക്കും മരക്കൊമ്പുകൾക്കുമിടയിലൂടെ ഞാൻ താഴേക്ക് പതിച്ചു. താഴെ വീഴുന്നതിനിടയിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ വലിയ തോക്ക് എങ്ങോട്ടോ തെറിച്ചുപോയി. വലിയൊരു ശബ്ദത്തോടെ ഞാൻ നിലത്തു വീണു. എൻ്റെ പുറംഭാഗം വലിയൊരു വേരിൽ ചെന്നൊടിച്ചു. വേദന കൊണ്ട് എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. ശ്വാസമെടുക്കാൻ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്നാൽ അവിടെ കിടക്കാൻ എനിക്ക് തീരെ സമയമില്ലായിരുന്നു. എൻ്റെ ജീവൻ വലിയൊരു നൂരിരയിലാണ് നിൽക്കുന്നത്. എൻ്റെ ശരീരത്തിലെ സർവ്വശക്തിയും എടുത്ത് ഞാൻ വളരെ വേഗം അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. എൻ്റെ മുൻപിൽ 10 അടി അകലെ ആ ഭീമൻ കാട്ടാന നിൽപ്പുണ്ട്. അതെന്നെ ആക്രമിക്കാൻ വേണ്ടി തുമ്പിക്കൈ ഉയർത്തി എൻ്റെ നേർക്ക് വീണ്ടും പാഞ്ഞെടുത്തു. ഞാൻ ജീവനും കൊണ്ട് പുറകോട്ട് ഓടാൻ ശ്രമിച്ചു. എന്നാൽ ഞാൻ തിരിഞ്ഞത് കാത്തിരിക്കുന്ന മറ്റൊരു മരണത്തിന് മുൻപിലേക്കാണ്. എൻ്റെ പുറകിൽ നിലത്ത് പറ്റിയിരുന്ന് ആ ഭീമൻ കടുവ എൻ്റെ നേർക്ക് വായുവിലേക്ക് കുതിച്ചുയർന്നു കഴിഞ്ഞിരുന്നു. അതിൻ്റെ വലിയ വായ തുറന്നിരുന്നു. മൂർച്ചയേറിയ നഖങ്ങൾ പുറത്തേക്ക് നീണ്ടു നിന്നിരുന്നു. ഒരു വശത്ത് പാഞ്ഞെടുക്കുന്ന കൊലകൊമ്പൻ, മറുവശത്ത് വായുവിൽ പറന്നുവരുന്ന നരഭോജി കടുവ. കാടിൻ്റെ നടുവിൽ ആയുധങ്ങളില്ലാതെ ഞാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. എനിക്ക് ഓടി രക്ഷപ്പെടാൻ യാതൊരു വഴിയുമുണ്ടായിരുന്നില്ല. മരണത്തിൻ്റെ കൊടും തണുപ്പ് എൻ്റെ ശരീരത്തെ പൂർണ്ണമായും പൊതിയുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ ജീവൻ അവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് എനിക്ക് ഉറപ്പായി. ഒരു മനുഷ്യന് ഇതിൽ കൂടുതൽ ദുരന്തങ്ങൾ ഒരേ സമയം വരാനില്ല. കണ്ണടച്ച് മരണം സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി നിന്നു. പെട്ടെന്ന് എൻ്റെ കാറിനടിയിൽ തണുത്ത ഒരു ഇരുമ്പ് ഞാൻ സ്പർശിച്ചു. താഴെ വീണപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ എൻ്റെ ഡബിൾ ബാരൽ തോക്കായിരുന്നു അത്. മറ്റൊന്നും ചിന്തിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ വേദന ഞാൻ പൂർണ്ണമായും മറന്നു. ഞാൻ നിലത്തേക്ക് വീണുകൊണ്ട് ആ വലിയ തോക്ക് പെട്ടെന്ന് കയ്യിലെടുത്തു. വായുവിൽ എൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കി പറന്നു വരുന്ന ആ നരഭോജി കടുവയുടെ നേർക്ക് ഞാൻ തോക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ഉന്നം പിടിക്കാൻ അവിടെ യാതൊരു സമയവും ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരു സെക്കൻഡിൻ്റെ ചെറിയൊരു അംശത്തിൽ സംഭവിക്കുകയാണ്. എൻ്റെ വിരലുകൾ കാഞ്ചിയിൽ അതിശക്തമായി അമർന്നു. നിശബ്ദമായ ആ കൊടുങ്കാടിനെ പൂർണ്ണമായും ഞെട്ടിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ വലിയ വെടിയൊച്ച അവിടെ മുഴങ്ങി. തോക്കിൻ്റെ ബാരലിൽ നിന്ന് വലിയൊരു തീപ്പൊരി ഇരുട്ടിലേക്ക് തെറിച്ചു. ആ വലിയ വെടിയുണ്ട വായുവിൽ വെച്ച് തന്നെ കടുവയുടെ നെഞ്ചിലെ വെള്ള രോമങ്ങൾക്കിടയിലേക്ക് തുളച്ചുകയറി. വളരെ അടുത്തുള്ള വെടിയായതിനാൽ അതിൻ്റെ ആഘാതം അതിഭയാനകമായിരുന്നു. വെടിയേറ്റ ആഘാതത്തിൽ ആ വലിയ കടുവയുടെ ഗതി പൂർണ്ണമായും മാറിപ്പോയി. അതെൻ്റെ തൊട്ടിരിയിലൂടെ എൻ്റെ മേൽ ചോര തെറിപ്പിച്ചുകൊണ്ട് വലിയൊരു ശബ്ദത്തോടെ നിലത്ത് ചെന്നു വീണു. ഉണങ്ങിയ ഇലകളും പൊടിയും വായുവിൽ പറന്നുയർന്നു. വേദന കൊണ്ടുള്ള അതിൻ്റെ ഗർജനം ആ കാടിനെ ഒന്നാകെ നടുക്കി. എന്നാൽ വെടിയൊച്ച അവിടെ മറ്റൊരു വലിയ അത്ഭുതം സൃഷ്ടിച്ചു. ആ കാടിൻ്റെ നിശബ്ദതയിൽ പെട്ടെന്നുണ്ടായ വലിയ ശബ്ദവും തോക്കിൽ നിന്നുള്ള വലിയ തീപ്പൊരിയും ആ ഭീമൻ കൊലകൊമ്പനെ വല്ലാതെ ഭയപ്പെടുത്തി. ആനകൾ എത്ര വലുതാണെങ്കിലും അവയ്ക്ക് എപ്പോഴും തീയും വലിയ ശബ്ദവും വല്ലാത്തൊരു പേടിയാണ്. എന്നെ ആക്രമിക്കാൻ കുതിച്ചു വന്ന ആ ഒറ്റക്കൊമ്പൻ പെട്ടെന്ന് അവിടെ നിന്നു. അതിൻ്റെ വലിയ ശരീരമൊന്ന് വിറച്ചു. തോക്കിൽ നിന്നുള്ള വെടിയൊച്ച കാട്ടിൽ മാറ്റൊലി കൊള്ളുന്നുണ്ടായിരുന്നു. ഭയം കാരണം അത് വലിയ ശബ്ദത്തിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് മൈതാനത്തിൻ്റെ മറുവശത്തേക്ക് തിരിഞ്ഞോടി. അതൊരു സാധാരണ ഓട്ടമായിരുന്നില്ല. ജീവനും കൊണ്ടുള്ള വലിയൊരു പലായനമായിരുന്നു അത്. അത് പോകുന്ന വഴിയിലുള്ള മുളംകൂട്ടങ്ങളും ചെറിയ മരങ്ങളുമെല്ലാം വലിയ ശബ്ദത്തോടെ കടപുടകി വീഴുന്നുണ്ടായിരുന്നു. ആ വലിയ കൊലയാളി ഇരുട്ടിലേക്ക് എങ്ങോട്ടോ ഓടിമറച്ചു. ഞാൻ വളരെ വേഗം നിലത്തുനിന്ന് എഴുന്നേറ്റ് മാറി നിന്നു. തോക്കിൽ രണ്ടാമത്തെ തിര തയ്യാറാക്കി ഞാൻ കാത്തിരുന്നു.
എൻ്റെ തൊട്ടടുത്ത് ആ വലിയ കടുവ ജീവന് വേണ്ടി പിടയുകയാണ്. വെടിയുണ്ട അതിൻ്റെ ഹൃദയത്തെ തന്നെ തകർത്തിട്ടുണ്ടായിരുന്നു. മണ്ണിൽ അതിശക്തമായി നഖങ്ങൾ അമർത്തി അത് എഴുന്നേൽക്കാൻ അവസാനമായി ഒന്നുകൂടി ശ്രമിച്ചു. രക്തം കൊണ്ട് ആ കാട്ടിലെ മണ്ണ് പൂർണ്ണമായും ചുവന്നിരുന്നു. അത് അവസാനമായി ഒന്ന് വലിച്ച് ശ്വാസമെടുക്കാൻ ശ്രമിച്ചു. പിന്നെ വളരെ ശാന്തമായി അത് കണ്ണുകളടച്ചു. ചോരയാറിൻ്റെ പകുതി ഭയം അവിടെ അവസാനിച്ചിരിക്കുന്നു. 8 മനുഷ്യരെ കൊന്ന നരഭോജി അവിടെ വീണു കഴിഞ്ഞിരുന്നു. ആന അപ്പോഴേക്കും കാടിൻ്റെ വളരെ ഉള്ളിലേക്ക് മറഞ്ഞിരുന്നു. ഞാൻ തളർന്ന് ആ ഒടിഞ്ഞ മരത്തിൻ്റെ വേരിലേക്ക് ഇരുന്നു പോയി. കിതപ്പ് മാറ്റാൻ എനിക്ക് വളരെ സമയമെടുത്തു. വിയർപ്പും ചോരയും എൻ്റെ മുഖത്തൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. വിറക്കുന്ന ശരീരത്തോടെ ഞാൻ ആ കടുവയുടെ നിർജീവമായ ശരീരത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. പ്രകൃതിയുടെ നിയമങ്ങൾ എത്ര വിചിത്രമാണെന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചു. എന്നെ കൊല്ലാൻ വന്ന ആനയാണ് ഒരുപക്ഷെ എന്നെ രക്ഷപ്പെടുത്തിയത്. കടുവ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഞാൻ കടുവയെ വെടിവെച്ചില്ലായിരുന്നെങ്കിൽ, ആ ഭീമനാന എന്നെ ചവിട്ടി അരച്ചേനെ. എല്ലാം ഒരേ സമയം അവിടെ സംഭവിച്ചത് എൻ്റെ വലിയൊരു ഭാഗ്യം മാത്രമാണ്. എങ്കിലും അപകടം പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ആ ഒറ്റക്കൊമ്പൻ അപ്പോഴും ആ കാടിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. ഭയം മാറുമ്പോൾ അവൻ തീർച്ചയായും പകരം ചോദിക്കാൻ മടങ്ങിവരും. എനിക്ക് ഗ്രാമത്തിലേക്ക് തിരികെ നടക്കാൻ കഴിയുമായിരുന്നില്ല. വഴിയിൽ അവൻ എവിടെയെങ്കിലും പതിയിരിപ്പുണ്ടാകും. ആ രാത്രി മുഴുവൻ ഞാൻ ആ ഒടിഞ്ഞ മരച്ചുവട്ടിൽ തന്നെയിരുന്നു. എൻ്റെ തോക്കിൽ പുതിയ തിരകൾ നിറച്ച് ഞാൻ ചുറ്റും നോക്കി കാത്തിരുന്നു. മൈതാനത്തെ ആ വലിയ നിശബ്ദത എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ആന ഏതു നിമിഷവും തിരികെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഓരോ ഇലയനക്കവും എന്നെ ഞെട്ടിച്ചു. എന്നാൽ അത് വന്നില്ല. പ്രകൃതി ആ രാത്രി എന്നെ അവിടെ ജീവിക്കാൻ അനുവദിച്ചിരുന്നു. കൊടും തണുപ്പും ഭയവും കാരണം എനിക്കൊരു പോള കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. വളരെ നീണ്ട ഒരു രാത്രിയായിരുന്നു അത്. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ കാട് വീണ്ടും പഴയതുപോലെ ശാന്തമായി. പക്ഷികൾ ചിരയ്ക്കാൻ തുടങ്ങി. ഗ്രാമവാസികൾ ആയുധങ്ങളും തീപ്പന്തങ്ങളുമായി എന്നെ അന്വേഷിച്ച് കാട്ടിലേക്ക് വന്നു. ദൂരെ വെടിയൊച്ച കേട്ടതു മുതൽ അവർ ഭയത്തിലായിരുന്നു. മൈതാനത്ത് ചത്തുകിടക്കുന്ന ഭീമൻ കടുവയെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. കടുവയ്ക്ക് ചുറ്റും അവർ ഒരുമിച്ച് കൂടി. തകർന്നു കിടക്കുന്ന വലിയ മരങ്ങൾ കണ്ടപ്പോൾ അവർക്ക് യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലായി. ആനയും കടുവയും അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഗ്രാമത്തലവൻ എൻ്റെ കൈകൾ പിടിച്ച് നിറകണ്ണുകളോടെ നന്ദി പറഞ്ഞു. പലരും സന്തോഷം കൊണ്ട് എൻ്റെ കാലുകളിൽ വീഴാൻ ശ്രമിച്ചു. കടുവയുടെ ശല്യം എന്നേക്കുമായി തീർന്നു എന്ന് അവർക്ക് ഉറപ്പായി. ഇനി ആർക്കും ഭയമില്ലാതെ ഉറങ്ങാം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നിന്നു. ശരീരം മുഴുവൻ വലിയ വേദന ഉണ്ടായിരുന്നു. എന്നാലും അവരെ നോക്കി ഞാനൊന്ന് പുഞ്ചിരിച്ചു. കടുവയുടെ ശരീരം കെട്ടിയെടുക്കാൻ അവർ ഒരുക്കങ്ങൾ തുടങ്ങി. എന്നാൽ എൻ്റെ മനസ്സപ്പോഴും ശാന്തമായിരുന്നില്ല. ആ ഒറ്റക്കൊമ്പൻ അപ്പോഴും ആ കാടിൻ്റെ ഉള്ളിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ അവൻ ആ കാടിൻ്റെ യഥാർത്ഥ കാവൽക്കാരനായിരിക്കാം. മനുഷ്യൻ്റെ കടന്നുകയറ്റം ഇഷ്ടപ്പെടാത്ത ആ കാടിൻ്റെ കാവൽക്കാരൻ. ആനയെ കൂടി വേട്ടയാടാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിച്ചില്ല. കാടിന് അതിൻ്റേതായ ചില രഹസ്യങ്ങൾ ബാക്കി വെക്കേണ്ടതുണ്ട്. ചില ജീവികൾ അവിടെ തന്നെ ജീവിക്കേണ്ടവരാണ്. ഞാൻ എൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ആ ഗ്രാമത്തോട് യാത്ര പറയാൻ തീരുമാനിച്ചു. ഗ്രാമവാസികൾ വലിയൊരു മുളമഞ്ചൽ ഉണ്ടാക്കി കടുവയുടെ ജഡം അതിൽ കെട്ടിവെച്ചു. അവർ വലിയ ആവേശത്തിലായിരുന്നു. മാസങ്ങളായി അവരുടെ ഉറക്കം കെടുത്തിയ ഭീകരനെ ഇല്ലാതാക്കിയ സന്തോഷം. പാട്ടുകൾ പാടിയും ആർത്തു വിളിച്ചുമാണ് അവർ കാട്ടുപാതയിലൂടെ ഗ്രാമത്തിലേക്ക് നടക്കാൻ തുടങ്ങിയത്. അവരുടെ ഏറ്റവും വലിയ ശത്രു അവിടെ ഇല്ലാതായിരുന്നു. എന്നാൽ എൻ്റെ മനസ്സ് അപ്പോഴും ശാന്തമായിരുന്നില്ല. ഞാൻ തോക്കിൽ വീണ്ടും തിരകൾ നിറച്ച് ആൾക്കൂട്ടത്തിന് ഏറ്റവും പുറകിലായാണ് നടന്നത്. എൻ്റെ കണ്ണുകൾ കാറിൻ്റെ ഇരുണ്ട വശങ്ങളിലേക്ക് പരതിക്കൊണ്ടിരുന്നു. കാറ്റ് പതിയെ വീശുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കാട്ടിലെ പക്ഷികളുടെ ശബ്ദം പൂർണ്ണമായും നിലച്ചു. വലിയൊരു ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത കാടിനെ വീണ്ടും പൊതിഞ്ഞു. പെരിയാറിലെ കാടുകളിൽ കാണുന്നത് പോലെ കരിങ്കുരങ്ങുകളുടെ ഭയപ്പെടുത്തുന്ന അപായ ശബ്ദം ദൂരെ നിന്ന് കേട്ടു തുടങ്ങി. എൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും വേഗത്തിലായി. ആനകൾ എപ്പോഴും പകപോക്കാൻ മടങ്ങിവരുന്ന സ്വഭാവക്കാരാണ്. ഇന്നലെ രാത്രിയിലെ തൻ്റെ തോൽവി ആ കൊലക കൊമ്പന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ടായിരുന്നു. അവൻ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് എൻ്റെ ഉള്ളു പറഞ്ഞു. ഞാൻ ഗ്രാമവാസികളോട് പെട്ടെന്ന് നിൽക്കാൻ ആംഗ്യം കാണിച്ചു. എല്ലാവരും വല്ലാത്തൊരു അമ്പരപ്പോടെ എന്നെ നോക്കി. പാട്ടുകളും ബഹളങ്ങളും പെട്ടെന്ന് നിന്നു. കാറ്റ് വീശിയപ്പോൾ വായുവിൽ എനിക്ക് ആ പഴയ ഗന്ധം വീണ്ടും അനുഭവപ്പെട്ടു. ചതനിറഞ്ഞ പച്ചിലകളുടെയും
കാട്ടാനയുടെ ശരീരത്തിൻ്റെയും രൂക്ഷമായ ഗന്ധം. അവൻ നമ്മളെ ലക്ഷ്യം വെച്ച് വളരെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് ഞങ്ങളുടെ മുൻപിലുള്ള കാട്ടുപാതയിലേക്ക് വലിയൊരു ഈട്ടിമരം ഭയാനകമായ ശബ്ദത്തോടെ കടപുറകി വീണു. ഗ്രാമവാസികൾ പേടിച്ച് വലിയ ശബ്ദത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറകോട്ട് മാറി. ആ വലിയ മരത്തിൻ്റെ ഇലകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ ഭീമൻ രാക്ഷസൻ ഞങ്ങൾക്ക് മുൻപിലേക്ക് നടന്നു വന്നു. ഇന്നലെ രാത്രി ഇരുട്ടിൽ കണ്ടതിനേക്കാൾ എത്രയോ ഭയാനകമായിരുന്നു പകൽ വെളിച്ചത്തിൽ അവൻ്റെ രൂപം. അവൻ്റെ വലിയ ചെവികൾ മുന്നോട്ട് കൂർപ്പിച്ചു വെച്ചിരുന്നു. ആനയുടെ കണ്ണുകളിൽ കൊടിയ കോപവും വെറുപ്പും നിറഞ്ഞു നിന്നിരുന്നു. ഗ്രാമവാസികൾ കടുവയുടെ ജഡം അവിടെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് പല വഴിക്കായി ചിതറിയോടി. ഞാൻ മാത്രം അനങ്ങാതെ ആ കാട്ടുപാതയിൽ അവന് മുൻപിൽ നിന്നു. അവൻ ലക്ഷ്യം വെച്ചത് ആരെയുമായിരുന്നില്ല, ഇന്നലെ രാത്രി തന്നെ തോൽപ്പിച്ച എന്നെ മാത്രമായിരുന്നു. അവൻ തുമ്പിക്കൈ ഉയർത്തി കാടിനെ നടുക്കിക്കൊണ്ട് അതിശക്തമായി ഒന്ന് ചിഹ്നം പിടിച്ചു. എന്നിട്ട് ഭൂമി കുലുക്കിക്കൊണ്ട് അവൻ എൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. വൻമരങ്ങൾ അവന് മുന്നിൽ ചെറിയ തീപ്പെട്ടിക്കൊള്ളികൾ പോലെ ഒടുങ്ങി വീണു. ഞാൻ വളരെ ശാന്തമായി, യാതൊരു പരിഭ്രമവുമില്ലാതെ എൻ്റെ വലിയ തോക്ക് തോളിനോട് ചേർത്തു. എന്നാൽ അവനെ കൊല്ലാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിച്ചില്ല. ഈ കാടിൻ്റെ യഥാർത്ഥ അവകാശി അവനാണ്. അവൻ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ആ വലിയ ശരീരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ വലത്തെ കാലിന് മുകളിലായി വലിയൊരു മുറിവ് പഴുത്തു കിടക്കുന്നുണ്ടായിരുന്നു. ഏതോ അനധികൃത വേട്ടക്കാരുടെ തോക്കിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപേറ്റ വലിയൊരു മുറിവ്. ആ കൊടിയ വേദനയാണ് അവനെ മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുവാക്കി മാറ്റിയത്. അവനൊരു കൊലയാളിയായിരുന്നില്ല. വേദന കാരണം സമനില തെറ്റിയ ഒരു പാവം മൃഗം മാത്രമായിരുന്നു. ദൂരം വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരുന്നു. അവൻ എൻ്റെ തൊട്ടുമുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. എനിക്ക് വേറെ യാതൊരു വഴിയുമില്ലായിരുന്നു. ഞാൻ തോക്കിൻ്റെ ബാരൽ അവന് നേർക്കല്ല, മറിച്ച് അവൻ്റെ തൊട്ടടുത്തുള്ള വലിയൊരു പാറയ്ക്ക് നേരെയാണ് ചൂണ്ടിയത്. വിരലുകൾ കാഞ്ചിയിൽ അതിശക്തമായി അമർന്നു. ഇടിമുഴക്കം പോലെ വലിയ വെടിയൊച്ച കാട്ടിൽ മുഴങ്ങി. ആ വലിയ വെടിയുണ്ട പാറയിൽ ചെന്ന് ഇടിച്ച് വലിയ തീപ്പൊരികൾ വായുവിൽ തെറിച്ചു. പാറക്കഷ്ണങ്ങൾ വലിയ ശബ്ദത്തോടെ ചിതറിത്തെറിച്ചു. ആ വലിയ ശബ്ദവും തീപ്പൊരിയും അവനെ വല്ലാതെ ഭയപ്പെടുത്തി. എൻ്റെ തൊട്ടുമുന്നിൽ വെച്ച് അവൻ പെട്ടെന്ന് തൻ്റെ ഭയാനകമായ ഓട്ടം നിർത്തി. അവൻ്റെ വലിയ മുൻകാലുകൾ മണ്ണിൽ ആഴത്തിൽ പതിഞ്ഞു. ഉണങ്ങിയ ഇലകളും പൊടിയും എൻ്റെ മുഖത്തേക്ക് തെറിച്ചു. ഞങ്ങൾ ഇരുവരും തമ്മിൽ കേവലം ഏതാനും അടികളുടെ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ യാതൊരു ഭയവുമില്ലാതെ തോക്ക് താഴേക്ക് പിടിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ഒരു നിമിഷം അവൻ എന്നെ തന്നെ ഉറ്റുനോക്കി. എൻ്റെ കണ്ണുകളിൽ അവനോടുള്ള ശത്രുതയില്ലെന്ന് അവന് മനസ്സിലായിരിക്കണം. ഞാൻ അവനെ കൊല്ലാൻ വന്നതല്ല എന്ന് ആ വലിയ മൃഗം തിരിച്ചറിഞ്ഞു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വല്ലാത്തൊരു നിശബ്ദമായ ആശയവിനിമയമായിരുന്നു അത്. അവൻ പതുക്കെ തുമ്പിക്കൈ താഴേക്കിട്ടു. കോപം നിറഞ്ഞ അവൻ്റെ മഞ്ഞ കണ്ണുകൾ പതിയെ ശാന്തമായി. കാട്ടിലെ ആ വലിയ രാജാവ് പതുക്കെ പുറകോട്ട് നടക്കാൻ തുടങ്ങി. അവൻ എന്നെയൊന്നും ചെയ്തില്ല. തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ ഒരിക്കൽ കൂടി എന്നെ തിരിഞ്ഞു നോക്കി. പിന്നെ ആ വലിയ മുളങ്കൂട്ടങ്ങൾക്കിടയിലൂടെ അവൻ കാടിൻ്റെ ഇരുളിലേക്ക് പൂർണ്ണമായും നടന്നു മറഞ്ഞു. ഞാൻ വലിയൊരു നെടുവീർപ്പോടെ അവിടെ തന്നെ നിന്നു. എൻ്റെ കണ്ണുകളിൽ നിന്ന് അറിയാതെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. പ്രകൃതിയുടെ വലിയൊരു അത്ഭുതമാണ് ഞാനിപ്പോൾ നേരിട്ട് കണ്ടത്. കുറച്ചു കഴിഞ്ഞപ്പോൾ പേടിച്ചോടിയ ഗ്രാമവാസികൾ ഓരോരുത്തരായി എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നു. അവർ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ആ കാട്ടുദൈവം എന്നോട് ക്ഷമിച്ചു എന്ന് അവർ വിശ്വസിച്ചു. അവർ വീണ്ടും ആ വലിയ മുളമഞ്ചൽ ചുമലിലേറ്റി ഗ്രാമത്തിലേക്ക് നടന്നു. ചോലയാറിലെ ഊരിൽ അന്ന് രാത്രി വലിയ ആഘോഷങ്ങൾ നടന്നു. എന്നാൽ ഞാൻ ആ ആഘോഷങ്ങളിലൊന്നും പങ്കെടുത്തല്ല. എനിക്ക് ആ കാടിനോട് വിട പറയാനുള്ള സമയമായിരുന്നു അത്. ഞാൻ എൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് ആ ഗ്രാമത്തോട് യാത്ര പറഞ്ഞു. തിരികെ നടക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ആ കാടിൻ്റെ ഇരുളിലേക്ക് നോക്കി. കാറ്റ് പതിയെ വീശുന്നുണ്ടായിരുന്നു. എവിടെയോ ഒരു മയിൽ കരയുന്ന ശബ്ദം കേട്ടു. കാട് അതിൻ്റെ പഴയ ശാന്തതയിലേക്ക് തിരികെ പോയിരിക്കുന്നു. ആ ഭീമൻ കൊനക്കൊമ്പൻ ഇനി ഒരിക്കലും ആരെയും ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ടായിരുന്നു. കാടിൻ്റെ സന്തുലിതാവസ്ഥ തിരികെ വന്നിരിക്കുന്നു. ഈ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ വലിയൊരു വിങ്ങലായി അവശേഷിക്കുന്നു. പ്രകൃതിക്ക് മുൻപിൽ നമ്മൾ മനുഷ്യർ എത്ര നിസ്സാരന്മാരാണെന്ന് ഈ കാട് എന്നെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചു. നമ്മൾ കാടിനെ സ്നേഹിച്ചാൽ കാട് നമ്മളെ തിരികെ സ്നേഹിക്കും. അതൊരു വലിയ സത്യമാണ്. ഈ ലോകം മനുഷ്യർക്ക് മാത്രമല്ല, അവർക്കും കൂടിയുള്ളതാണ്.